സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പുതിയ പാഠമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കുറേ കൂടെ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ ഒരു പാഠഭേദത്തിൽ ഒരിക്കൽ കൂടെ അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഇറാനിൽ ഒരു F-15 അമേരിക്കൻ ഫൈറ്റർ ജെറ്റ് വിമാനം ഇറാൻകാർ വെടിവെച്ചിട്ടതിനെക്കുറിച്ചൊക്കെ വാർത്ത കണ്ടു. ആ വിമാനത്തിലുണ്ടായിരുന്ന 2 ഓഫീസേഴ്സിനെ, ഒരു പൈലറ്റിനെയും അതുപോലെ തന്നെ ഒരു വെപ്പൺ ഓഫീസറെയും അതിസാഹസികമായി അമേരിക്ക രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു രംഗം നമ്മൾ കഴിഞ്ഞ പാഠഭേദത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അതേ വാർത്തയോടനുബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ഇന്ന് പിന്നെയും പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആ ഒരു ഓപ്പറേഷനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ഇമ്പോസിബിൾ ഒരു ടാസ്ക്കാണ് ഈ അമേരിക്കൻ സൈന്യം അവിടെ പൂർത്തീകരിക്കുവാനിടയായി തീർന്നത്. അതിലേറ്റവും എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യം, ഈ വൈമാനികൻ, ഈ പൈലറ്റ് അവസാനമായി അയച്ച വയർലെസ് സന്ദേശത്തെക്കുറിച്ചാണ്. അതായത് ഇറാൻ്റെ വെടിയേറ്റ് വീഴുന്ന വിമാനം, ആ ഒരു വിമാനത്തിൽ നിന്ന്, ഫൈറ്റർ ജെറ്റിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതായത് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇരിക്കുന്ന സീറ്റോടുകൂടെ ആ ഒരു പൈലറ്റ് പുറത്തേക്ക് വരികയാണ്, ഇജക്റ്റ് ചെയ്യുകയാണ്. അതായത് സ്ഫോടനത്തോടൊപ്പം ആ വ്യക്തി മരിക്കാതെ രക്ഷപ്പെടാനുള്ള ഒരു ഈ വിമാനങ്ങളിലുള്ള സംവിധാനമാണ്. അങ്ങനെ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്ത ആ ഒരു പൈലറ്റ് പാരച്യൂട്ടിൻ്റെ സഹായത്താൽ താഴേക്ക് പതിക്കുമ്പോൾ അദ്ദേഹം അവസാനമായി കൊടുക്കുന്ന വയർലെസ് സന്ദേശം, ആ വയർലെസ് സന്ദേശമാണ് അമേരിക്കയ്ക്ക് കിട്ടിയ, ആ പൈലറ്റിൽ നിന്ന് കിട്ടിയ അവസാന സന്ദേശം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരെ ഉപയോഗിക്കേണ്ട കോഡ് ലാംഗ്വേജുകളുണ്ട്. അതായത് അവരുടെ ബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ സുരക്ഷിതരാണോ, ശത്രുവിൻ്റെ കയ്യിലാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന കോഡുകളുണ്ട്. ആ പർട്ടിക്കുലർ കോഡാണ് ഇവർ അവിടെ പറയേണ്ടത്. അതായത് ആ കോഡ് വെച്ചിട്ടാണ് അവരുടെ രാജ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. ആ സമയങ്ങളിൽ ഉപയോഗിക്കേണ്ട കോഡ് വാക്കുകളെക്കുറിച്ച് നല്ല ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം അയച്ച വയർലെസ് സന്ദേശം ഈ കോഡ് ബുക്കിലൊന്നുമുള്ള ഒരു വയർലെസ് സന്ദേശമല്ല അദ്ദേഹം അയച്ചത്. അത് അവ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കേന്ദ്രങ്ങളിൽ അത് വലിയ ആശയക്കുഴപ്പം ആരംഭത്തിലുണ്ടാക്കി. എന്താണ് ഈ പറയുന്നത് എന്നൊരു ആശയക്കുഴപ്പമുണ്ടാക്കി, ചില സംശയങ്ങൾക്ക് കാരണമായി തീർന്നു. കാരണം ആദ്യം ഈ സന്ദേശം കേട്ടപ്പോൾ അവർക്ക് തോന്നിയത് പവർ ബി ടു ഗോഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഒരു ചിന്ത ഈ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ഉണ്ടായത്. പവർ ബി ടു ഗോഡ്, ദൈവത്തിന് ശക്തി എന്ന് പറയുന്ന ഒരു സന്ദേശം. ഇത് കേട്ടപ്പോൾ ഇവർക്ക് പെട്ടെന്ന് വന്ന ഒരു സംശയം, ഒരുപക്ഷെ ഇറാൻകാരുടെ കയ്യിൽ ഈ മനുഷ്യൻ അകപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാക്ക്, ആ ഒരു പദപ്രയോഗം ഒരു മുസ്ലിം സ്വഭാവമുള്ള പദപ്രയോഗമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഇറാൻകാർ ഇദ്ദേഹത്തെ കൊണ്ട് അത് പറയിച്ചതാണ് എന്നൊരു ചിന്തയാണ് ആദ്യം അമേരിക്കയുടെ കേന്ദ്രങ്ങളിൽ, അമേരിക്കൻ യുദ്ധകേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയമുണ്ടായി, ഈ വൈമാനികൻ, ഈ പൈലറ്റ്, അമേരിക്കക്കാരുടെ ഈ പൈലറ്റ് ആരെങ്കിലും ഇറാൻകാരുടെ കയ്യിൽ അകപ്പെട്ടോ എന്നൊരു സംശയമുണ്ടായി. എന്നാൽ പിന്നീട് ആ വാചകം ഡീകോഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞത് പവർ ബി ടു ഗോഡ് എന്നല്ല, ഗോഡ് ഈസ് ഗുഡ് എന്നാണ് പറഞ്ഞത്. ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലവനാണ്. നമ്മൾ സാധാരണയായിട്ട് പറയുന്നൊരു പ്രയോഗമാണല്ലോ, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ദൈവം നല്ലവനാണ് എന്നൊരു പ്രയോഗമാണ് ഇദ്ദേഹം നടത്തിയത്. ഈ ഗോഡ് ഈസ് ഗുഡ് എന്നുള്ള പ്രയോഗമൊന്നും കോഡ് ബുക്കിലൊന്നുമുള്ള പ്രയോഗമല്ല. ഇങ്ങനെ വീഴുന്നൊരു വൈമാനികൻ ഉപയോഗിക്കേണ്ട കോഡ് ലാംഗ്വേജ് ഉണ്ട്, അതിൽ ഉൾപ്പെട്ടൊരു വാചകമൊന്നുമല്ല ഇദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ ഗോഡ് ഈസ് ഗുഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പിന്നീട് അവർക്ക് തിരിച്ചറിയാൻ ഇടയായി തീർന്നു. അതായത് അതിൻ്റെ അർത്ഥം ദൈവം നല്ലവനാ, താൻ സുരക്ഷിതനായിരിക്കുന്നു, ദൈവം നല്ലത് ചെയ്തിരിക്കുന്നു, അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ഈ സമയത്ത് കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല ഈ അമേരിക്ക അതോറിറ്റീസ് ഇദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു, ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ നിലവാരത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കാനൊരു കാരണം, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കോഡ് ബുക്ക് വിട്ടിട്ട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞത്
എന്ന് മനസ്സിലാക്കാൻ, വ്യക്തത വരുത്താൻ വേണ്ടി, ഇത് ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞു പറയിച്ച ഒരു വാചകമല്ല എന്ന് വ്യക്തത വരുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരെ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയും സുഹൃത്തുക്കളുമായിട്ടൊക്കെ അതോറിറ്റീസ് സംസാരിച്ചപ്പോൾ അറിവാനിടയായി തീർന്നു. ഈ പൈലറ്റ് വളരെ സ്പിരിച്വലായിട്ടുള്ള, വളരെ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുന്ന ഒരു, അവരുപയോഗിച്ചിരിക്കുന്ന പദം ഒരു എക്സ്ട്രീം വിശ്വാസമുള്ള പൈലറ്റ് എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായി. ഈ പൈലറ്റ് വളരെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് കോഡ് ബുക്കിലെ വാക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഗോഡ് ഈസ് ഗുഡ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും അമേരിക്കൻ അതോറിറ്റീസ് ഈ വ്യക്തികളുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല, അതായത് ഇവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വളരെ സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈലറ്റ്, ആ പൈലറ്റാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരം അസാധാരണമാകുന്ന ഒരു വിടുതൽ ഓപ്പറേഷൻ അവിടെ, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ സക്സസ്ഫുൾ ആകുവാൻ ഇടയായി തീർന്നതെന്നുള്ളത് ഒരിക്കൽ കൂടി ഇവിടെ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അമേരിക്കൻ ടെക്നോളജി, ഇസ്രയേലും ഇതിനോട് ചേർന്നൊക്കെ പ്രവർത്തിച്ചു. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വന്ന് ചില പ്രസ്താവനകൾ നടത്തി. അതിനെക്കുറിച്ച് 2 വാചകങ്ങൾ പറയണം. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളും അമേരിക്കയും ചേർന്ന് നടത്തിയ ആ ഓപ്പറേഷനെക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം ആ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സഹോദരൻ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ ഇതുപോലൊരു ഓപ്പറേഷനാണ് മരിക്കുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ ജോനാഥാൻ നെതന്യാഹു ഒക്കെ ഉൾപ്പെട്ടു നിന്ന ഒരു ഓപ്പറേഷനായിരുന്നു NDB ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 1976 ജൂലൈ മാസത്തിൽ ഏതാണ്ട് 50 വർഷം, കൃത്യമായിട്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഓപ്പറേഷൻ. ആ NDB ഓപ്പറേഷൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ സമയമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഓപ്പറേഷൻ പിന്നെയും ഈ അമേരിക്കയും ഇസ്രയേലെ വലിയ ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് സപ്പോർട്ടൊക്കെ ചെയ്തു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പ് ജോനാഥാൻ നെതന്യാഹു, ഇപ്പോഴത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മൂത്ത സഹോദരൻ ജോനാഥാൻ നെതന്യാഹു, അദ്ദേഹം ആ ഒരു ഓപ്പറേഷനിൽ രക്തസാക്ഷിയായി തീർന്ന ആളാണ്. അദ്ദേഹം കൂടി ചേർന്ന് നടന്ന ഒരു ഓപ്പറേഷൻ. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, എൻ്റെ സഹോദരൻ ഇത്തരത്തിലുള്ളൊരു ഓപ്പറേഷനിലാണ് മരിച്ചത്, അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ അമേരിക്കയും മറ്റുമായിട്ട് സക്സസ് ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നതെന്ന് അദ്ദേഹം പ്രത്യേകിച്ചും NDB ഓപ്പറേഷനെ മെൻഷൻ ചെയ്തുകൊണ്ട് പറയാനിടയായിത്തീർന്നത്. NDB ഓപ്പറേഷൻ്റെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് സൂചിപ്പിച്ചതാണ്. 1976 ഒരു എയർ ഫ്രാൻസിൻ്റെ ഒരു വിമാനം, ആ വിമാനം ടെലവീവിൽ നിന്ന് പാരീസിലേക്ക് പോയ വിമാനമാണ്. 200 ചില്ലുവാൻ യാത്രക്കാരുണ്ടായിരുന്നതിനകത്ത്. ആ വിമാനത്തെ 2 പാലസ്തീനികളും 2 ജർമ്മൻകാർ, അപ്പോൾ പാലസ്തീനികളും ജർമ്മൻകാരും എന്ന് പറയുമ്പോൾ ജർമ്മൻകാരായിരുന്നു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്ര കമ്മ്യൂണിസത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള 2 ആളുകൾ. ഈ തീവ്ര കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നം എന്താ, അവർ ഈ പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പാലസ്തീനികളും 2 തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഇടതുപക്ഷ തീവ്രവാദികളെന്ന് നമുക്ക് വിളിക്കാം. RZ എന്നാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ പേര്. ആ 2 സംഘടനകൾ ചേർന്നിട്ട് ഈ പറഞ്ഞ വിമാനം തട്ടിയെടുത്തു. വിമാനം തട്ടിയെടുക്കുവാൻ അന്നത്തെ ഒരു വലിയ ക്രൂരനാകുന്ന ഭരണാധികാരിയായിരുന്നല്ലോ ഈദി അമീൻ എന്ന് പറയുന്നത്. ഈദി അമീനാണ് അതിൻ്റെ പിന്നിൽ സപ്പോർട്ടിൽ വന്നത്. നമുക്കറിയാം, ഉഗാണ്ടയുടെ പഴയ ഭരണാധികാരി, നരഭോജി എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെ വിളിക്കുന്നത്. മനുഷ്യനെ കൊന്നു തിന്നെന്ന് വരെയാണ് പറയുന്നത്. ആ ഈദി അമീൻ്റെ സപ്പോർട്ട്, അതുപോലെ ജർമ്മൻ ഇടതുപക്ഷ തീവ്രവാദി സംഘടനയുടെ സപ്പോർട്ട്, 2 പാലസ്തീനികൾ, ഇവരൊക്കെ ചേർന്ന് ചെയ്ത ആ വലിയ ഓപ്പറേഷൻ, അങ്ങനെ വിമാനം തട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഈദി അമീൻ്റെ ഉഗാണ്ടയിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തു. ആ വിമാനം അവിടെ കൊണ്ടെത്തിച്ചു. വിമാനത്തിലുള്ള ആളുകളെ ഓപ്പറേഷൻ അല്ലാത്ത ഒരു എയർപോർട്ടിൻ്റെ പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനകത്തേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ ബന്ദികളെ അല്ലെങ്കിൽ വിമാനത്തിൽ വന്ന ആളുകളെ രക്ഷിക്കേണ്ടത്? ഇസ്രായേൽ അതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഈ ഒരു ഹൈജാക്ക് ചെയ്തവർ അവർ ഡിമാൻഡ് ചെയ്തത് ഏതാണ്ട് 153 തടവുകാരുണ്ട്. ഈ പാലസ്തീൻ പ്രശ്നങ്ങളിലൊക്കെ അകത്ത് പോയിട്ടുള്ള തടവുകാർ 40 പേര് ഇസ്രായേലിലാണ്. ബാക്കി 13 പേര് ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തുമുള്ള തടവുകാർ. ഈ തടവുകാരെ മോചിപ്പിക്കണം, അതുപോലെ കോടിക്കണക്കിന് രൂപ വേണം. ഇതൊക്കെയാണ് ഇവർ ഡിമാൻഡ് ചെയ്തത്. ആദ്യം ഒത്തിരി ചർച്ചകളൊക്കെ നടന്നു. അതായത്
ഈ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇവരെ വിടുവിക്കാൻ. പക്ഷേ ഇസ്രായേൽ പിന്നാമ്പുറത്തുകൂടെ മറ്റൊരു ഓപ്പറേഷന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ, ഒരു മറ്റൊരു രാജ്യത്തിലേക്ക് പട്ടാളക്കാരെ അയച്ച് ആ പട്ടാളക്കാരെ കൊണ്ട് ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനൊക്കെ ആ കാലത്ത് ഇസ്രായേൽ പിന്നാമ്പുറത്ത് ആലോചിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു പ്ലാൻ ഈ പറഞ്ഞ ഉഗാണ്ടയിലെ വിക്ടോറിയ ലേക്കിൽ നാവികസേനയുടെ പട്ടാളക്കാരെ പാരച്യൂട്ട് വഴി ഇറക്കിയിട്ട് ആ വിക്ടോറിയ ലേക്ക് വഴി വന്ന് പിന്നെ എയർപോർട്ടിൽ വന്ന് ഇവരെ രക്ഷിക്കുക എന്നൊരു പദ്ധതിയൊക്കെയായിരുന്നു. പിന്നീട് ഇവർക്കുള്ള ഇൻ്റലിജൻസ്, മൊസാദിൻ്റെ ഇൻ്റലിജൻസ് അവർക്ക് ഉഗാണ്ടയ്ക്കകത്തുനിന്ന് വിവരം കിട്ടി. ഈ വിക്ടോറിയ ലേക്ക് നിറച്ച് ഈ പറഞ്ഞ പിന്നെ ഈദി അമീൻ നൈൽ നദിയിലെ ക്രോക്കഡൈൽസിനെ, മുതലകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സാധിക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ നേരിട്ട് ഈ പറഞ്ഞ ഒരു വിമാനത്താവളത്തിൽ തന്നെ വിമാനമിറക്കി കുറേ പട്ടാളക്കാരെ ഇറക്കി ഒരു ഓപ്പറേഷൻ നടത്താനാണ് ഇവർ തീരുമാനിച്ചു. ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈദി അമീൻ ഈ പറഞ്ഞ ഈ ബന്ദികളെ വന്ന് കാണുമായിരുന്നു. എല്ലാ ദിവസവും വന്ന് കാണുമായിരുന്നു. ഈദി അമീൻ്റെ ഒരു ബെൻസ് കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈദി അമീൻ്റെ ബെൻസ് കാറിൻ്റെ കൂട്ട് തന്നെ ഒരു കാറുണ്ടാക്കി, അല്ലെങ്കിൽ അതേ രീതിയിൽ ഒരു കാറ് റെഡിയാക്കിയിട്ട് ഈ വിമാനത്തിൻ്റെ അകത്ത് ഈ കാറ് കൊണ്ട് ഇറക്കി. എന്നിട്ട് ഇസ്രായേലുകാർ ആദ്യം ചെയ്തത് ഈ കാറാണ് ആദ്യം അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അതായത് ഈ ഹൈജാക്ക് ചെയ്ത ആളുകൾക്ക് തോന്നണം ഇത് ഈദി അമീനാണ് വരുന്നത്, എല്ലാ ദിവസവും കാണാൻ വരുന്നത് പോലെ ഈദി അമീൻ വരികയാണെന്ന് തോന്നണം. അങ്ങനെ ഒരു രൂപമാറ്റമൊക്കെ ചെയ്ത് ആണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇതിനിടയിൽ തന്നെ ഈ വിമാനത്തിലുണ്ടായിരുന്ന 100 ചില്ലുവാനം ആളുകൾ, അതായത് യഹൂദന്മാരല്ലാത്ത ആളുകളെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അവരെ പുറത്തു പോകാൻ അനുവദിച്ചിരുന്നു. ബാക്കി അവശേഷിച്ചത് പാരീസ് അല്ലെങ്കിൽ എയർ ഫ്രാൻസിൻ്റെ ജോലിക്കാരും അതുപോലെ യഹൂദന്മാരായിട്ടുള്ള ആളുകളുമൊക്കെയാണ്. അതിനകത്ത് ഏറ്റവും ഒരുപക്ഷേ ത്യാഗപൂർണമായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഒരു ജർമ്മൻ പൗരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടെല്ലാം ജർമ്മൻ പാസ്പോർട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ ഹൈജാക്ക് ചെയ്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടൊക്കെ നോക്കിയിട്ട് യഹൂദനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിടുവിക്കുവാൻ അനുവദിച്ചു, പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണ്ട് നാസികൾ ജർമ്മനി ഭരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഓരോ യഹൂദനെ അകത്തിടുമ്പോഴും കയ്യിൽ പച്ച കുത്തുമായിരുന്നു ഇയാളുടെ ഒരു നമ്പർ, അതായത് ഒരു നമ്പർ പച്ച കുത്തിയിട്ടാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇടുന്നത്. അങ്ങനെ ഈ യഹൂദനെ ജർമ്മനിയിലെ നാസികൾ പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിടുമ്പോൾ കയ്യിൽ പച്ച കുത്തിയിരുന്നു. ഈ മനുഷ്യൻ എത്ര ധീരനാണെന്ന് ഓർക്കണം. അയാൾ ഈ പച്ച കുത്തിയത് ഈ പറഞ്ഞ ഹൈജാക്ക് ചെയ്തവരെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ജർമ്മൻ നാസിയല്ല, ഞാനൊരു യഹൂദനാണ്, എനിക്ക് വിടുതൽ വേണ്ട, മോചനം വേണ്ട, ഞാൻ ഇവരുടെ കൂടെ കിടന്നോളാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചിട്ട് പോയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വലിയ ആവേശകരമാകുന്ന, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ ചരിത്രത്തിൽ അവരെ ത്രസിപ്പിക്കുന്ന കഥകളാണ്. വല്ലാത്ത ഒരു എന്താ പറയുന്നത്, ബുദ്ധിയും ആവേശവും ഒക്കെ നിറഞ്ഞ ഒരു സമൂഹം, അവരുടെ കഥയാണ് ഈ എൻഡബി ഓപ്പറേഷൻ്റെ കഥയെന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും ആ ഒരു ഓപ്പറേഷനിൽ ആകെ മരിച്ചത് ഈ പറഞ്ഞ ജോനാഥാൻ നെതന്യാഹു ആണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പട്ടാളക്കാരുടെ കൂട്ടത്തിലാകെ മരിച്ചത്. അല്ലാതെ പിന്നെ വെടിവെപ്പിലൊക്കെ മരിച്ച ആളുകളുണ്ട് കേട്ടോ. വെടിവെപ്പിൽ ഈ പറഞ്ഞതുപോലെ ഉഗാണ്ടയിലെ സൈനികരിൽ നല്ലൊരു പങ്ക് ആ വെടിവെപ്പിൽ മരിച്ചു. അതുപോലെ തന്നെ ഈദി അമീൻ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത, ഈ കെനിയ എന്ന് പറഞ്ഞൊരു അയൽരാജ്യമുണ്ട്. ഈ കെനിയയാണ് ഈ ഓപ്പറേഷൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത്. അതായത് ഫ്യൂവൽ നിറയ്ക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് കെനിയ. അതുകൊണ്ട് ഈദി അമീൻ എന്ത് ചെയ്തെന്നറിയാം, ഉഗാണ്ടയിലുള്ള മുഴുവൻ കെനിയക്കാരെയും കൂട്ടക്കൊല ചെയ്യുവാൻ ഉത്തരവ് കൊടുത്തു. 200 ചില്ലുവാനം കെനിയക്കാർ ഒറ്റ രാത്രി കൊണ്ട് കൊല ചെയ്യപ്പെട്ടു. ബാക്കി 10,000 കെനിയക്കാർ ഉഗാണ്ടയിലുണ്ടായിരുന്നത് രായ്ക്ക് രാമായണം ദേശം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെ ഒത്തിരി കഥകൾ, ഒത്തിരി പേര് മരിച്ചു. പക്ഷേ ഈ പറഞ്ഞ ഓപ്പറേഷനിൽ പങ്കെടുത്ത പട്ടാളക്കാരിൽ ആകെ മരിച്ചത് ജോനാഥാൻ നെതന്യാഹു ആണ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ. എന്താണെങ്കിലും ഗോഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പൈലറ്റ് മെസ്സേജ് അയച്ചത്. ഇവിടെയും വിശ്വാസത്തിൻ്റെ ഒരു പവർ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നൊക്കെ വേദപുസ്തകം പറയുന്നില്ലേ. ആ വിശ്വാസത്തിൻ്റെ ഒരു ശക്തിയാണ് നാം ഇവിടെയും തിരിച്ചറിയേണ്ടത്. ഈ നാളുകളിലൊക്കെ ഈ യേശുവിൻ്റെ നാമവും
ആ വിശ്വാസത്തിൻ്റെ മഹത്വമൊക്കെ വെളിപ്പെടുന്ന ഒത്തിരി പ്രസ്താവനകളും പ്രഖ്യാപനങ്ങൾക്കുമൊക്കെ അസാധാരണമാകുന്ന ഒരു വാർത്താ പ്രാധാന്യം കിട്ടുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ഒരു വലിയ ദൈവികമാകുന്ന കരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.